ജ്യോതിയുടെ 9ാം വയസ്സിൽ അവളെയും അവളുടെ ഇളയ സഹോദരിയെയും ഒരു സെമി ഓർഫനേജിലേക്ക് അയക്കാൻ അവരുടെ അച്ഛൻ നിർബന്ധിതനായി. കുറഞ്ഞത് അവിടെ അവർക്കെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ എന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ ഓർഫനേജിലെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു. അവിടെ വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരികയും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്തു. ആ സമയത്തൊക്കെ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞിരുന്നെങ്കിലും അവിടെ ജീവിക്കാൻ അവൾ തനിക്ക് അമ്മയില്ല എന്നതുപോലെ നടിക്കേണ്ടി വന്നിരുന്നു. ഈ അനുഭവങ്ങൾ ജ്യോതിയെ മാനസികമായി ശക്തിയുള്ളവളാക്കി. അവിടെ അവൾ തയ്യൽ പോലുള്ള തൊഴിൽപരമായ കഴിവുകൾ പഠിച്ചു. കൂടാതെ നല്ലൊരു ജീവിതം നേടാൻ വിദ്യാഭ്യാസം എത്ര പ്രധാനമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജ്യോതി 10ാം ക്ലാസ് മികച്ച മാർക്കോടെ വിജയിച്ചെങ്കിലും ദാരിദ്ര്യം കാരണം അവൾക്ക് തൻ്റെ പഠനം തുടരാൻ സാധിച്ചില്ല. അതിനു പിന്നാലെ വെറും 16ാം വയസ്സിൽ തനിക്ക് 10 വയസ്സ് മുതിർന്ന സാമി റെഡ്ഡി എന്ന കർഷകനുമായി അവൾ വിവാഹിതയാവുകയും ചെയ്തു.